ഇറാൻ്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അസർബൈജാനിൽ പോകുന്നത്. അസർബൈജാനും ഇറാനും കൂടെ ഒരു റിസർവോയർ ഒരുമിച്ചുണ്ടാക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോയത്. അദ്ദേഹം തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ക്രാഷ് ആകുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ വാർത്ത എല്ലാവരും പറഞ്ഞാണ്, ഞാനും വീഡിയോ ചെയ്തതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്ങനെയാണ് അയാൾ കൊല്ലപ്പെട്ടത്. അതായത് 3 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നത് ഇബ്രാഹിം റൈസി, അതായത് അന്നത്തെ ഇറാനിയൻ പ്രസിഡൻ്റ് ആയിരുന്നു. അതെങ്ങനെ കൊല്ലപ്പെട്ടു, എങ്ങനെയാണ് അത് തകർന്നത്? ആദ്യ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഇത് കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. അതായത് വീണ്ടും അതിനെപ്പറ്റി റിപ്പോർട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അതായത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിതമായ ബെൽ എന്ന കമ്പനിയുടെ 212 എന്ന കാറ്റഗറിയിൽപ്പെട്ട ഹെലികോപ്റ്ററാണ്. അത് ക്രാഷായി കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസും അമേരിക്കൻ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ഇത് അമേരിക്കൻ പ്രോഡക്റ്റാണ്, അതുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അസർബൈജാനിൽ പോയി അതിനെപ്പറ്റി പഠനം നടത്തി. അമേരിക്കൻ ഇൻ്റലിജൻസ് വിങ്ങും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ട് ഏകദേശം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാനുള്ള ദിവസങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇത് പറയുന്നത് ഈ ഹെലികോപ്റ്റർ പറന്നത് ഇത്ര ഹൈറ്റിൽ മാത്രമാണ്. അവിടെ യാതൊരു വിധമായ പ്രകൃതി പ്രശ്നമായ കാലാവസ്ഥ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. മറ്റുള്ള 2 ഹെലികോപ്റ്ററും പോയി. ഇപ്പം അവർ പറയുന്നത് ഇതിനകത്ത് അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് ലേസർ ഉപയോഗിച്ചിട്ടാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഇഞ്ചിൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഹെലികോപ്റ്ററിൻ്റെ ഇഞ്ചിൻ അറ്റാക്ക് ചെയ്തു, അതിനുശേഷം ഇത് ക്രാഷായി. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ, അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക, ഇറാനും ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അസർബൈജാൻ ഗവൺമെൻറ് ഇറാനോട് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തോട്ട് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരണ്ട, ഞങ്ങളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, നിങ്ങൾക്ക് തരും. കാരണം അവർ തമ്മിൽ അത്ര വലിയ സുഹൃത്തുക്കളൊന്നുമല്ല അസർബൈജാനും ഇറാനും തമ്മിൽ. രണ്ടും ഇസ്ലാമിക രാജ്യങ്ങൾ കൂടിയാണ്. കാരണം അസർബൈജാൻ കുറച്ചും കൂടെ ഫോർവേഡായിട്ടുള്ള രാജ്യമാണ്. അവർ പല രീതിയിലുള്ള ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം നിർത്തി അവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഉണ്ട്. അതായത് ഈ ലേസർ സംഭവം ലോകത്ത് ചില രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് അമേരിക്കയുടെ കയ്യിലുണ്ട്. അതായത് ലേസർ വെപ്പണാണ് ഇതിന് പറയുന്നത്. ഇത് എത്രായിരം കിലോ, ഒരു 30-35,000 മീറ്റർ ഉയരത്തിൽ ഒരു എയർക്രാഫ്റ്റ് പോവുകയാണെങ്കിൽ പോലും ഇതേപോലെയുള്ള സംഭവം വെച്ച് അടിച്ചിടാം. ആ ഇഞ്ചിൻ കേടാക്കാം, അതിനുശേഷം അത് ക്രാഷായി പോകും. അതായത് ഫ്ലൈറ്റും ക്രാഷ് ചെയ്യാൻ പറ്റും, എയർക്രാഫ്റ്റും ക്രാഷ് ചെയ്യാൻ പറ്റും. അതേപോലെ വളരെ താഴ്ന്ന് പറക്കുന്ന ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഇത് ക്രാഷ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ആരാന്നവർ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതേപോലെ ലേസർ ഉപകരണങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലും ഉണ്ട്. ഇപ്പം ഇറാൻ ഏകദേശം ഒരു ധാരണയായി അവരുടെ പ്രസിഡൻറ്റിന് പോലും ഇതേപോലെയുള്ള ഇതേപോലെയുള്ള എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യാൻ പാടാണ്. കാരണം അവരുടെ അടുത്ത് പോലും, കാരണം അവരെ ഇടണം എന്നുണ്ടെങ്കിൽ അവരെ അടിച്ചിടും. ഇതൊക്കെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് പറയുന്നത്, ഇപ്പോൾ ആ ഹെലികോപ്റ്റർ അവിടെ എയർബോൺ ചെയ്തു, അവിടെ തിരിച്ചു വരുന്ന വഴിയിൽ. അപ്പോൾ എയർബോൺ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ട്രാഫിക് സിഗ്നൽ ATC മുഖാന്തരം, ഇറാനിയൻ ATCക്കകത്ത് വരെ ഇസ്രായേലി ചാരന്മാർ കയറിയിട്ടുണ്ടെന്നാണ് ഒരു അനുമാനം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നു, എക്സാക്റ്റായിട്ട് സംഭവം പറഞ്ഞു, അതിനുശേഷമാണ് ഇത് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്ര സമയം ഇത്ര സ്പേസിൽ വരുന്നു, ഇതിനെ അടിച്ചിടും. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഏപ്രിൽ മാസമാണ് ഇറാൻ ഇസ്രായേലിലോട്ട് ഏകദേശം 800-ൽ പരം ഡ്രോൺസും മിസൈൽസും ഒരു കൂട്ടം അയച്ചത്. അതിന് തീരുമാനമെടുത്തതിൻ്റെ ആൾ, കാരണം ഖമൈനി പറയുന്നു അതിന് തീരുമാനമെടുത്തത് ഇബ്രാഹിം റൈസി ആയിരുന്നു. അതിൻ്റെ കൂടെ നിന്നിരുന്നതാണ് അവരുടെ വിദേശകാര്യ മന്ത്രി. ഏകദേശം 9 പേരോളം ആ ഹെലികോപ്റ്ററിനകത്ത് യാത്ര ചെയ്തിരുന്നു. ഈ ഹാർഡ് കോർ ആയിട്ടുള്ള ഇബ്രാഹിം റൈസി ഒരു ദുഷ്ടനായ ഭരണാധികാരി കൂടിയായിരുന്നു. ഇറാൻ്റെ ഈ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഹെഡായിരുന്ന സമയത്ത് ഏകദേശം 5000-ഓളം പേരെ പേഴ്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി ഉത്തരവ് കൊടുത്തയാളാണ് ഇബ്രാഹിം റൈസി. അപ്പോൾ അയാൾക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്
ഈ ലേസർ തന്നെയാണ്. കാരണം ലേസറിലാണ് ഇത് കയറി ഹിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ലേസറിൻ്റെ അത് ഇവരുടെ ഈ ഹെലികോപ്റ്ററിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ലേസറിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക, റേസിയെ നശിപ്പിക്കാൻ വേണ്ടി അസർബൈജാൻ്റെ അകത്ത് വരെ ഇസ്രായേലി ചാരന്മാരും എല്ലാം കയറിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ കയറിയിട്ടാണ് ഇത് അറ്റാക്ക് ചെയ്യും. ഇത് അറ്റാക്ക് ചെയ്ത് തട്ടി ഇയാളെ കൊന്നിരിക്കുന്നത്. ഈ പേജർ ബോംബുമായിട്ട് ബന്ധപ്പെട്ട് 2-3 മാസം കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഒഫീഷ്യലി പറയുന്ന പേജർ ബോംബ് നിർമ്മിച്ചതും ഇത് കൊടുത്തതും പൊട്ടിച്ചതും അവർ തന്നെയാണ്. ഇതേപോലെ 5-6 വർഷം കഴിയുമ്പോൾ ലോകത്തോട് ഇവർ തന്നെ പറയും ആരാണ് ഇബ്രാഹിം റൈസിയെ കൊന്നത്. അതായത് ഒരു കാര്യം വളരെ കൃത്യമാണ്, ആരൊക്കെയാണ് ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഒരു കാരണവശാലും ഒരാളെപ്പോലും ഇസ്രായേൽ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്ടൈൽസ് എല്ലാം ഏപ്രിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം റൈസിയെ തട്ടിക്കളഞ്ഞത്. അപ്പോൾ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ആലോചിക്കുക, അവരുടെ കമാൻഡേഴ്സിന് ഓരോരുത്തരായിട്ട് തീർന്നു. അതേപോലെ ഈ ബെല്ലെന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ റിപ്പബ്ലിക്കൻ ഓഫ് ഇസ്ലാമിക് റവല്യൂഷൻ ആർമിയുടെ എയർഫോഴ്സിൻ്റെ ഭാഗമായ സാധനമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന സംഭവങ്ങൾ പലതും ചോർന്ന് ഈ ഇസ്രായേൽ സ്പൈസിന് കിട്ടുന്നത്, ചാരന്മാർക്ക് കിട്ടുന്നത്, അതായത് ഇറാൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, അവർക്കൊന്നും ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, എല്ലാം എക്സ്പോസ്ഡായി. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ കേരളത്തിലെ ചില മീഡിയ, കേരളത്തിലെ യൂട്യൂബ് ചാനലൊക്കെ പറയുന്നു ഇറാൻ മാടയാണ് കോടയാണ്. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവർ വ്യക്തമായിട്ട് എക്സ്പോസ്ഡായിപ്പോയി. ഇതൊറ്റ കാരണം കൊണ്ടാണ് അവർ നിശബ്ദമായിട്ടിരിക്കുന്നത്. അവർക്ക് ഭയമായി. ഇവർ ഈ പറയുന്ന നേതാക്കളൊക്കെ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും, വല്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു എക്സ്ക്ലൂസീവായിട്ട് അറിഞ്ഞൊരു സംഭവമാണ് ഇറാനിയൻ പ്രസിഡൻറ്റിനെ കൊന്നത്. അതായത് ഇബ്രാഹിം റൈസിയെ തട്ടിയത് ലേസർ ആയുധങ്ങൾ വെച്ചാണ്. ആ ഹെലികോപ്റ്റർ മാത്രമാണ് താഴെ ക്രാഷായി പോയത്. മറ്റുള്ള 2 ഹെലികോപ്റ്ററും വളരെ സേഫ് സോണിലാണ് ലാൻഡ് ചെയ്തിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കുക, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. ഇത് അവിടെയുള്ള അറേബ്യൻ രാജ്യങ്ങൾക്കും അവരുടെ ശത്രുക്കൾക്കും കൊടുക്കുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള വാണിംഗ് ആണ്. എന്താണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം? ചെറിയ രാജ്യമാണ്, പക്ഷേ ഹൈലി പൊട്ടൻഷ്യലാണ്. അവരെ തൊട്ടാൽ അവർ തിരിച്ചു വിടില്ല. അതവർ ഓരോ ദിവസവും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.